നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വാസ്തവത്തിൽ ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ്. അതായത് എങ്ങനെയാണ് കടം എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുക, വളരെ വേഗം പുറത്തേക്ക് വരാൻ സാധിക്കുക, അതുപോലെ വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷയം. അതിന് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃതജ്ഞത, നന്ദി രേഖപ്പെടുത്തുക. അത് ആരോടെല്ലാം രേഖപ്പെടുത്താമോ, ആരോടെല്ലാം രേഖപ്പെടുത്തേണ്ടതുണ്ടോ, എന്തിനോടെല്ലാം നന്ദി പറയേണ്ടതുണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് ഉപാധികളില്ലാതെ ചെയ്തേക്ക്. എന്തിനാണ് നമ്മൾ പിശുക്കുന്നത്, അല്ലേ? അതവിടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അത് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം. അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊരു ക്ലാസ് ആയിട്ടാണ്, ഇതൊരു ട്രെയിനിങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഒരു യജ്ഞം തന്നെയാണ്, ഒരു മിഷൻ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ സീരീസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് പുഷ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ ബാധ്യതകളിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെയാണ്. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു കുതിരവണ്ടിയിൽ കുതിര എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതേ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ പറയാറില്ലേ, കുതിരയെ കണ്ണ് കെട്ടി നടത്തുന്നത് പോലെയെന്ന്. അതായത് കുതിരയെ നടത്തുക എന്ന് പറഞ്ഞാൽ കുതിരയുടെ കണ്ണുകളുടെ സൈഡിൽ ഒരു ചെറിയ കവചം വെച്ചിരിക്കും അത്രേ. ഞാൻ അത്രമാത്രം ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കും. അതോ വെറുതെ പറയുന്നതാണോ, ഒരു പഴഞ്ചൊല്ലും മാതിരി പറയുന്നതാണോ എന്നറിയില്ല. പക്ഷേ എന്തു തന്നെയായാലും അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആശയമാണ്. അതായത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ മാത്രമായിരിക്കണം, മുന്നിലേക്കുള്ള വഴിയെ മാത്രമായിരിക്കണം നമ്മൾ കാണേണ്ടത്. ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ വശങ്ങളിലുള്ള കാഴ്ചകളൊന്നും തന്നെ നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല. നോക്ക്, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ചിലപ്പോൾ വൈകി എത്താറുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് വൈകി എത്തുന്നത്? ചില സമയങ്ങളിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുറച്ച് താമസിച്ചു പോകുമായിരിക്കും. പക്ഷെ അതിലപ്പുറം കൃത്യമായിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, നമ്മൾ നടന്നു പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ ചില കാഴ്ചകൾ കാണും. ചിലപ്പോൾ ഒരു ബലൂൺകാരനെ, അല്ലെങ്കിൽ ഒരു പരൽമീൻ ഓടിക്കളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൂവിടർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്കെല്ലാം നമ്മൾ നോക്കി നിന്നിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ മറന്നു പോകും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിലെത്തുമ്പോൾ താമസിക്കും, അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ യാത്രയ്ക്കിടയിൽ, നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിൻവലിക്കുന്ന ചില മായക്കാഴ്ചകളൊക്കെ ഉണ്ടാകാം. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് മായക്കാഴ്ചകൾ? ഒരു പക്ഷേ അത് അനാവശ്യമായ സൗഹൃദങ്ങളാകാം. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ സൗഹൃദങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് തടസ്സപ്പെടുത്തുകയോ, അതല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാക്കുകയോ, അതല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അനാവശ്യമെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സൗഹൃദങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ളൊരു അകലം പാലിക്കുക. സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കാൻ മാത്രമാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ആരോടും പിണങ്ങാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം, അല്ലേ? അപ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചിലതിനെയെല്ലാം നമ്മൾ ത്യജിക്കേണ്ടതുണ്ടാകും. അതുപോലെ തന്നെ ത്യജിക്കേണ്ട മറ്റൊന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ. നിങ്ങൾ എന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലും ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ്. അനാവശ്യമായിട്ടുള്ള വീഡിയോകൾ കണ്ട്, റീലുകൾ കണ്ട്, ഷോർട്സുകൾ കണ്ട്, അനാവശ്യമായിട്ടുള്ള ഷോർട്സുകളും റീലുകളും വീഡിയോകളും ഒക്കെ കണ്ട് നിങ്ങളുടെ സമയം പാഴാക്കരുത്. അതെല്ലാം താൽക്കാലികമായിട്ടുള്ള ആനന്ദം, താൽക്കാലികമായിട്ടുള്ള ഒരു രസം മാത്രമായിരിക്കും, അല്ലെങ്കിൽ സമയം കൊല്ലി മാത്രമായിരിക്കും പലപ്പോഴും പല ഷോർട്സുകളും, പല റീലുകളും, ചില വീഡിയോകളുമൊക്കെ നമുക്ക് തരുന്നത്, അല്ലേ? അപ്പോൾ അത് നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. നമ്മുടെ ചിന്തകളെ നേരായ ദിശയിൽ നിന്നും അത് വ്യതിചലിപ്പിക്കും. നമ്മുടെ ചിന്തകളിൽ ധനം എന്നുള്ള, പണം എന്നുള്ള, സമ്പത്ത് എന്നുള്ള ഒരേ ഒരു മന്ത്രം മാത്രമായിരിക്കണം മുഴങ്ങിക്കേൾക്കേണ്ടത്. മറ്റൊരു കാര്യത്തിലേക്കും നമ്മൾ പോകരുത്. അതൊരു വ്രതം പോലെ എടുക്കണം.
നമ്മൾ സാധാരണഗതിയിൽ ഒരു വ്രതമെല്ലാം എടുക്കുന്ന സമയത്ത് ചിലതിനെല്ലാം ത്യജിക്കാറില്ലേ? ചിലപ്പോൾ മത്സ്യമാംസാദികൾ ത്യജിക്കാറുണ്ടാകും അല്ലേ? അതുപോലെ കൃത്യമായിട്ട് ഒരു സമയത്ത് ഉണരാറുണ്ടാകും. ഇതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു മിഷനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്യം കൈവരിക്കുന്നത് വരെ നിങ്ങളൊരു ദൃഢപ്രതിജ്ഞ എടുക്കണം. ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോകളും കാണില്ല, ഒരു റീൽസും കാണില്ല, അല്ലെങ്കിൽ ഒരു ഷോർട്സും കാണില്ല. അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കില്ല. അനാവശ്യമായിട്ടുള്ള എനിക്ക് ഗുണമില്ലാത്ത എൻ്റെ സമയം കൊല്ലുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ഞാൻ ലെഫ്റ്റ് ചെയ്യാണ്. എനിക്ക് ആവശ്യമില്ലാത്ത ഉപകാരമില്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ഞാൻ പുറത്തേക്ക് വരികയാണ്. അനാവശ്യമായിട്ടുള്ള ഫേസ്ബുക്ക് ഉപയോഗം ഞാൻ ഇല്ലാതാക്കുകയാണ്. ഇൻസ്റ്റഗ്രാം എനിക്ക് ആവശ്യമില്ലാത്തത് ഞാൻ ഉപയോഗിക്കില്ല. എനിക്ക് ഗുണമുള്ളത്, ഏതെങ്കിലും വിധത്തിൽ ഗുണകരമായിട്ടുള്ളത്, അറിവ് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമേ ഞാൻ കാണൂ. ഇത് നിങ്ങളൊരു ദൃഢനിശ്ചയം ചെയ്യണം. നിർബന്ധമായിട്ടും ദൃഢനിശ്ചയം ചെയ്യണം. നിങ്ങളുടെ സമയം നിങ്ങളുടെ ജോലിയിലേക്ക് വേണ്ടി, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, വിവരശേഖരണത്തിന് വേണ്ടി, അറിവുകൾ നേടുന്നതിന് വേണ്ടി, മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നതിന് വേണ്ടി, അതിനനുകൂലമായ വീഡിയോകൾ, അതിനനുകൂലമായ സാഹചര്യങ്ങൾ, അതിനനുകൂലമായ വ്യക്തികൾ, ഇവയിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. മറ്റുള്ളതെല്ലാം വിഷം പോലെ വർജിക്കണം. മാറ്റി നിർത്താൻ പറ്റുന്നത് മാറ്റി നിർത്തണം, വർജിക്കേണ്ടത് വർജിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ടാണ് നമ്മുടെ നോട്ടമെങ്കിൽ, നമ്മുടെ ദൃഷ്ടിയെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം തന്നെ എത്താൻ സാധിക്കും. അല്ലെങ്കിൽ ലക്ഷ്യം നമ്മളെ തേടിയെത്തും. അത് ചിലപ്പോൾ വ്യക്തികളായിട്ടായിരിക്കും, ചിലപ്പോൾ സാഹചര്യങ്ങളായിട്ടായിരിക്കും, ചിലപ്പോൾ അറിവുകളായിട്ടായിരിക്കും. എന്തായിട്ടാണെങ്കിലും ശരി, നമ്മളിലേക്ക് എത്തിയിരിക്കും. ഇത് ഞാൻ വെറുതെ ഒരു തിയറി പഠിച്ചിട്ടോ ഒരു ബുക്ക് വായിച്ചിട്ടോ പറയുന്നതല്ല. കൃത്യമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, കൃത്യമായിട്ടുള്ള പഠനങ്ങളിലൂടെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യല്ലേ? അപ്പോൾ സമ്മറി ഏറ്റവും ചുരുക്കി ഞാനൊന്ന് പറയാം. അനാവശ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുക, വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ അനാവശ്യമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗം വേണ്ടാന്ന് വയ്ക്കുക. റീലുകൾ, വാട്സപ്പുകൾ, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഇതൊന്നും അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല എന്ന് നിർബന്ധം പിടിക്കുക. വേണ്ട, നമ്മുടെ കടിഞ്ഞാൺ നമ്മുടെ കൈവശം തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ചെയ്യേണ്ടത് പ്രതികൂലമായിട്ട് നമ്മളെ ബാധിക്കുന്ന വ്യക്തികളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് എല്ലാം സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക. നമ്മുടെ ചിന്ത മുഴുവൻ എങ്ങനെ മുന്നോട്ട് പോകാം, അതിനുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ, അറിവുകൾ, മാർഗങ്ങൾ, ഇത് മാത്രമായിരിക്കണം നമ്മുടെ മുന്നിലുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പരുന്തൊക്കെ എത്രമാത്രം മുകളിലൂടെ പറന്നിട്ടുണ്ടെങ്കിലും താഴെ നിൽക്കുന്ന ഒരു കോഴിക്കുഞ്ഞിൽ മാത്രമായിരിക്കും, അതിൻ്റെ ഇരയിൽ മാത്രമായിരിക്കും അതിൻ്റെ ശ്രദ്ധ. ചുറ്റുപാടുകളെക്കുറിച്ച് അത് ബോധവാനായിരിക്കില്ല പലപ്പോഴും. അപ്പോൾ അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സുകളിൽ എഴുതി ചേർക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ കൊണ്ട് കമൻറ്റ് ബോക്സുകൾ നിറയട്ടെ. മുൻപ് എവിടെ സൂചിപ്പിച്ചിരുന്നത് പോലെ മറ്റുള്ളവർ, നല്ല നല്ല വ്യക്തികൾ, നല്ല നല്ല ചിന്തകളോടുകൂടി അത് വായിക്കുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ, അതിനെ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിട്ട് തന്നെ സംഭവിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. നിങ്ങളൊരു നോട്ട്ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് കിട്ടുന്ന ഓരോ അറിവുകളും ശരിയായ വിധത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ ഈ വീഡിയോ സീരീസ് ഇനിയും തുടർന്നുണ്ടാകും. ഇങ്ങനൊരു വീഡിയോ സീരീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ സൗജന്യമായിട്ട് തരുന്ന അറിവുകൾ, സൗജന്യമായിട്ട് തരുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ സാന്ത്വനം വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആവശ്യമെങ്കിൽ
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൗജന്യമായിട്ട് കിട്ടുന്ന വെബിനാറുകളെക്കുറിച്ചും മറ്റ് കൃത്യമായിട്ടുള്ള അറിവുകളെക്കുറിച്ചുമെല്ലാം അതിലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. നിങ്ങൾക്ക് അത്തരം അറിവുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി എന്നെ കേട്ടിരുന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.